ന്യൂസ് ടൈംസ് മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. വ്യാപക പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ. സമാധാന നോബൽ ജേതാവ് മുഹമ്മദ് യൂനിസ് പ്രധാനമന്ത്രിയാകും. നിലവിൽ വിദേശത്തുള്ള യൂനിസ് ഉടൻ തന്നെ ബംഗ്ലാദേശിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മന്ത്രിസഭയിലെ അംഗങ്ങളെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. അതേസമയം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ തുടരുകയാണ്. ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ വന്നേക്കാവുന്ന കേസുകളിൽ നിന്ന് നിയമപരിരക്ഷ നൽകാനാവില്ല എന്ന് ബ്രിട്ടൻ വ്യക്തമാക്കിയതോടെയാണ് ഈ തീരുമാനം. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐഷുത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, മറ്റു വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ബംഗ്ലാദേശിലെ സർക്കാർ രൂപീകരണം, പ്രത്യേകിച്ച് മൊബൈൽ പുരസ്കാര ജേതാവ് കൂടിയായി മുഹമ്മദ് യൂനിസ്, ഗ്രാമീണ ബാങ്കുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക പരിഷ്കരണത്തിൽ നിർണായകമായ സ്ഥാനം വഹിച്ച ആൾ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ സർക്കാരിൽ ആരൊക്കെയായിരിക്കും ഭാഗമാവുക? ഏത് നിലയിലായിരിക്കും ഇടക്കാല സർക്കാരിന്റെ പ്രവർത്തനം എന്നത് സംബന്ധിച്ച ചർച്ചകൾ എങ്ങനെയാണ് ബംഗ്ലാദേശിൽ പുരോഗമിക്കുന്നത്? അഭിലാഷ്, വരും മണിക്കൂറിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ചർച്ചകൾ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ചർച്ച നടക്കുക. തുടർന്നായിരിക്കും മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാവുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, നൊബേൽ ജേതാവായ യൂനിസിനെ പ്രധാനമന്ത്രിയാക്കുമ്പോൾ അതിൻ്റെ ആദ്യപടി എന്നോണം ബംഗ്ലാദേശിൽ വ്യാപകമായി ഉണ്ടായ പ്രക്ഷോഭത്തിന് ഒരു ഇളവ് വന്നിട്ടുണ്ട്, ഒരു അയവ് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർഷങ്ങളായി വീട്ടുതടങ്കലിൽ കഴിഞ്ഞിരുന്ന മുൻ പ്രധാനമന്ത്രിയെ മോചിതയാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഈ വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഒരു അയവുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ മുഹമ്മദ് യൂനിസ് പ്രധാനമന്ത്രിയാകുന്നതോടെ ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷം, വ്യാപകമായ പ്രതിഷേധങ്ങൾ, അതിന് ഒരു സമാധാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. എന്തായാലും ഈ ഇന്ത്യയിലുള്ള തുടരുന്ന ഹസീന അവരുടെ പോക്കിനെ ഈ എമിഗ്രേഷൻ അടക്കമുള്ള നിയമപ്രകാരം ഈ UK പുറത്തു നിന്ന്, ഈ ബ്രിട്ടന് പുറത്തു നിന്നൊന്നും ഈ അഭയം തേടാനുള്ള സാധ്യതകളെ സംബന്ധിച്ചുള്ള നീക്കങ്ങൾ, അത്തരം നിയമങ്ങൾ ഇല്ല UK-യിൽ. പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള രാഷ്ട്രീയ അഭയം തേടണമെങ്കിൽ UK-ക്ക് അകത്തുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ നിയമം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്രിട്ടൻ ഏകദേശം കൈയൊഴിഞ്ഞ മട്ടാണ്. മാത്രവുമല്ല, ഈ നിയമപരിരക്ഷ ഹസീനയ്ക്ക് നേരെ വരാൻ സാധ്യതയുള്ള കേസുകളിൽ നിന്ന് നിയമപരിരക്ഷ നൽകുന്ന കാര്യത്തിൽ ബ്രിട്ടൻ സഹായിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹസീന നിലവിൽ ഇന്ത്യയിൽ തുടരുകയാണ്. ഇത് എത്ര ദിവസം എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി വരും ദിവസങ്ങളിലും കൃത്യമായി ഈ ഹസീനയ്ക്ക് എന്നാണോ ഇനി പോവാൻ കഴിയുന്നത് അതുവരെയും ഇന്ത്യയിൽ തന്നെ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നതും. എന്തായാലും രാഷ്ട്രീയപരമായി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനി ആരൊക്കെയാണ് പ്രധാനമന്ത്രിയായി യൂനിസ് വരുന്നു, മന്ത്രിസഭ രൂപീകരിക്കുന്നു, ആ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് സംബന്ധിച്ചുള്ളത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് വരും മണിക്കൂറുകളിൽ തന്നെ. ഞാൻ ഐഷത്തുൽ ഷംനയിലേക്ക് തിരികെ എത്തി. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ നിരീക്ഷകൻ, ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ബംഗ്ലാദേശിൽ ആര് ഭരണത്തിൽ വരുന്നു, എപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതൊക്കെ ഏറ്റവും അധികം ബാധിക്കപ്പെടാൻ പോകുന്നത് ഇന്ത്യയെ ആണ്. വർഷങ്ങളായി ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് എങ്കിൽ അതിന് കാരണം ഷെയ്ഖ് ഹസീന എന്ന വ്യക്തി തന്നെയായിരുന്നു. ആ ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരത്തിൽ നിന്ന് ഒഴിയേണ്ടി വരുന്നു. മുഹമ്മദ് യൂനിസ് എന്നത് ബംഗ്ലാദേശിലെ പ്രമുഖനായ വ്യക്തി ആണ് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ മുഹമ്മദ് യൂനിസ് ഷെയ്ഖ് ഹസീനയുടെ കണ്ണിലെ കരടായിരുന്നു എന്നും നമുക്കറിയാം. 2008 യൂനിസിനെ പുറത്താക്കുന്നു. പിന്നീട് 190ഓളം കേസുകൾ യൂനിസിന് നേരെയുണ്ടാകുന്നു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിലുള്ള നടപടിയുണ്ടാകുന്നു. അങ്ങനെ ഒരാൾ കൂടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇടക്കാല സർക്കാരിനെ നയിക്കാൻ എത്തുന്നത്. അത് ബംഗ്ലാദേശിന്റെ സ്ഥിതിഗതികളെ അല്ലെങ്കിൽ സമാധാനത്തെയൊക്കെ പുനഃസ്ഥാപിക്കാൻ സഹായകമായേക്കാം. അപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ നീക്കത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടി വരുന്നത്? ചരിത്രപരമായി ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന നൽകിയ ആ ഒരു സോളിഡിറ്റി ഒരിക്കലും പുതിയൊരു ഭരണകൂടത്തിന് നൽകാനാവില്ലായിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു രാജ്യവുമായിട്ടാണ് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധമാണ്. അപ്പൊ ഇന്ത്യയുടെ വിശാലമായ ദേശീയ താല്പര്യങ്ങൾ അതനുസരിച്ച് ബംഗ്ലാദേശിന് ഒരു വലിയ സ്ഥാനമുണ്ട്, തന്ത്രപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. അതിന് ചരിത്രപരമായ ബന്ധവുമുണ്ട്. ഭരണകൂടങ്ങൾ മാറി മാറി വരും, പക്ഷേ ആ പുതിയതായി വരുന്ന ഭരണകൂടങ്ങളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി
രണ്ട് രാജ്യങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വം കാട്ടുക എന്നത് തന്നെയാണ് പ്രധാനം. ഇവിടെ നോക്കൂ, പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയാണ്. ബീഗം ഖാലിദ സിയ ചെയർമാനായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി. ഇപ്പോൾ ബീഗം ഖാലിദ സിയ വളരെ പ്രായമായി അവശതയിൽ ഇരിക്കുകയാണ്. അവര് മിക്കവാറും രാഷ്ട്രീയത്തിന്റെ വനവാസത്തിലേക്ക് നീങ്ങുകയുമാണ്. ഇപ്പൊ ജയിൽ മോചിതയായി ഇന്നലെ പുറത്തു വരികയും ചെയ്തു. പക്ഷെ ഇപ്പോൾ എല്ലാ കണ്ണുകളും ഇടക്കാല സർക്കാരിലെ മുഹമ്മദ് യൂനിസ് എന്ന നൊബേൽ സമാധാന ജേതാവ്, അദ്ദേഹം വിഖ്യാതനായ ആളാണ്. തീർച്ചയായും ബംഗ്ലാദേശിന്റെ ഗ്രാമീണ മേഖലയിലെ ചലനങ്ങൾക്കും ബംഗ്ലാദേശ് ഇന്ന് കാണുന്ന പുരോഗതിയുടെ ഒരു വലിയ ഒരു ഭാഗം അത് ബംഗ്ലാദേശ് എന്ന രാജ്യം കടപ്പെട്ടിരിക്കുന്നത് മുഹമ്മദ് യൂനിസിനോട് കൂടിയാണ്. മൈക്രോ ഫൈനാൻസ് രംഗത്ത്, ലോൺ നൽകുന്ന രംഗത്തും ഗ്രാമീണ പുനരധിവാസ രംഗത്തുമെല്ലാം നിർണായകമായ സംഭാവന നൽകിയ ആളാണ്. പക്ഷെ മുഹമ്മദ് യൂനിസ് ഒരു ഇന്ത്യ വിരുദ്ധൻ എന്ന മുദ്ര കുത്തിയിട്ട് ആവശ്യമില്ല. കാരണം മുഹമ്മദ് യൂനിസ് സ്വാഭാവികമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ബംഗ്ലാദേശിൽ അനർഹതയായി മാറിയ മുഹമ്മദ് യൂനിസിനെതിരെ ഉൾപ്പെടെ കള്ളക്കേസുകൾ ഉൾപ്പെടെ ചുമത്തി ദീർഘകാലം പ്രതിരോധത്തിലാക്കിയ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകുകയാണെങ്കിൽ അതിനോട് യോജിപ്പില്ല എന്ന പരസ്യ പ്രസ്താവന മുഹമ്മദ് യൂനിസിന്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞു. പക്ഷെ ഇതൊരു താൽക്കാലിക ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. ഷെയ്ഖ് ഹസീന ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കോ അമേരിക്കയിലേക്കോ ആത്യന്തികമായി താമസം മാറ്റുന്നതിന് മുൻപുള്ള ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് എന്നാണ് ഇന്ത്യ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് സ്വാഭാവികമായി ഇന്ത്യയുമായുള്ള ചരിത്രപരമായ ബന്ധം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് ഒരു ആവശ്യം വരികയും ഇന്ത്യൻ വ്യോമസേന അതിനുള്ള സഹായം ഒരുക്കുകയും ചെയ്തു എന്ന് മാത്രമാണ് ഇപ്പോൾ കാണാനുള്ളത്. എന്നാൽ ആത്യന്തികമായി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ ഈ ഒരു ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയത് ബാധിക്കണമെന്നില്ല. കാരണം ഇത് താൽക്കാലിക നടപടി മാത്രമാണ്. പക്ഷേ അവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, ഷെയ്ഖ് ഹസീന ഇവിടെ തുടരുന്നു, അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ താൽക്കാലികമാകാം. മുഹമ്മദ് യൂനിസും ഇത്തരത്തിൽ ഏറെ പ്രായം ചെന്ന ഒരു വ്യക്തിയാണ് എന്നറിയാം. മാത്രവുമല്ല, ഒരു ഇടക്കാല സർക്കാരിനെയാണ് നയിക്കാൻ പോകുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന ഈ പ്രതിഷേധങ്ങൾ അതിനെ കേവലമായൊരു വിദ്യാർത്ഥി പ്രതിഷേധമോ യുവജന പ്രതിഷേധമോ ഒന്നുമായി കാണാൻ സാധിക്കില്ലല്ലോ. കൃത്യമായ രാഷ്ട്രീയം അതിന് പിന്നിലുണ്ടായിരുന്നു. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ കരങ്ങൾ അതിന് പിന്നിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിരോധിക്കപ്പെട്ട ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി, അവർ ആണ് ഈ പ്രതിഷേധത്തിന് വെള്ളവും വളവും നൽകിയത്. അവരാണ് ഇതിനെ ആളിക്കത്തിച്ചത്. അതിന്റെ ഗൂഢാലോചനകൾ ഉൾപ്പെടെ നേരത്തെ നടക്കുന്നു എന്ന കാര്യം ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനം അടക്കം കണ്ടെത്തുകയും ചെയ്തതാണ്. അവിടെയാണല്ലോ ഇത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതായത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ പോലും തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാരായവർ തന്നെയാണ് ഇനി അധികാരത്തിലേറാനുള്ള സാധ്യതയെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ നടന്ന ഈ വിപ്ലവം എന്ന് പറയുന്ന അല്ലെങ്കിൽ രണ്ടാം വിമോചന സമരം എന്ന് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണകൂടം വിശേഷിപ്പിക്കുന്ന കഴിഞ്ഞ ആഴ്ച നടന്ന പ്രക്ഷോഭങ്ങൾ, ഈ പ്രക്ഷോഭങ്ങൾ കേവലം യാദൃച്ഛികമായി എഴുതിത്തള്ളാനാവില്ല. തീർച്ചയായും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ അണികൾ ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജമായത്ത ഇസ്ലാമി, പാകിസ്ഥാന്റെ പിൻബലമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളായ ജമായത്ത ഇസ്ലാമിയുടെ വലിയ ഒരു സാന്നിധ്യം ഈ പ്രകടനങ്ങളിൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ജമായത്ത ഇസ്ലാമിയുടെ സ്റ്റുഡന്റ് വിങ്, വിദ്യാർത്ഥി വിഭാഗം ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതിൽ വലിയ പങ്കാണ് വഹിച്ചത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജനറൽ ഇർഷാദ്, മുൻ പട്ടാള ഭരണാധികാരിയായിരുന്ന പ്രസിഡന്റ് ഇർഷാദിന്റെ പാർട്ടിയായ ജാതീയ പാർട്ടിയുടെ അണികളും ജമാഅത്തെ ഇസ്ലാമിയുടെ അണികളും അവരുടെ സ്റ്റുഡന്റ് വിങ്ങിലെ നേതാക്കളും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ആളുകളും ഇതിലൊന്നും പെടാത്ത പോയ സാധാരണക്കാരായ ആളുകളെല്ലാം തന്നെ ഈ സംവരണ പ്രക്ഷോഭത്തിന്റെ മറയിൽ വൻതോതിൽ വളരെ ജൈവികമായിട്ട് തന്നെയാണ് രംഗത്തേക്ക് വരുന്നത്. പക്ഷേ ആ ജൈവികമായി തുടങ്ങിയ പ്രക്ഷോഭത്തിന് ഒരു ഇന്ത്യ വിരുദ്ധ രൂപവും അല്ലെങ്കിൽ ആ ജൈവികമായി തുടങ്ങിയ പ്രക്ഷോഭത്തിന് ഒരു കൃത്യമായ ആസൂത്രണവും പണവും ഫൈനാൻഷ്യൽ മസിലും തന്ത്രപരമായ മസിലും ഒക്കെ നൽകിയത് ഒരുപക്ഷെ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒരു വലിയ പ്രേരണയാൽ തന്നെയാണ്. സ്വാഭാവികമായി അതൊരു വലിയ പ്രക്ഷോഭമായി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുക എന്നതായിരുന്നില്ല ലക്ഷ്യം. അത് മാത്രമല്ല, ഷെയ്ഖ് ഹസീന അല്ലായിരുന്നു ഈ സംവരണത്തിന്റെ പിന്നിലും. ഷെയ്ഖ് ഹസീനയല്ല, 2018 ഷെയ്ഖ് ഹസീന ഭരണകൂടം തന്നെയാണ് ഈ സംവരണം പൂർണ്ണമായി പിൻവലിച്ചത്. അതാണ് ഡോക്ടർ മോഹൻ വർഗീസ്, അതാണ് സുപ്രീം കോടതി നിലവിൽ ഈ സംവരണം എടുത്തു കളഞ്ഞ പശ്ചാത്തലമുണ്ടാകുന്നു. മാത്രമല്ല, ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന മുജീബുർ റഹ്മാന്റെ പ്രതിമ തകർക്കുന്നു.
അതിൽ പ്രതിഷേധക്കാർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മാത്രവുമല്ല, ഇത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ എന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതോടൊപ്പം ബുദ്ധമതസ്ഥരും ഒക്കെ ഉൾപ്പെടുന്നവർ ആണ്. അവർക്ക് നേരെ കൂടിയുള്ള ആക്രമണമൊക്കെയായി മാറുമ്പോൾ അത് ഭരണകൂടത്തിന് എതിരായ മാത്രമായ ഒരു പ്രതിഷേധമായി കണക്കാക്കാൻ സാധിക്കുമായിരുന്നോ? ഈ വിഷയങ്ങൾ കൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായി നിരീക്ഷിക്കേണ്ടി വരില്ലേ? ഇത് പ്രഥമ ദൃഷ്ടിയ ഭരണകൂടത്തിനെതിരെയോ അല്ലെങ്കിൽ സംവരണ വിരുദ്ധ ഒരു പ്രക്ഷോഭമോ മാത്രമായി ആണ് ആദ്യം ലോകം കണ്ടത്. ഇന്ത്യ കണ്ടതും അങ്ങനെ തന്നെയാണ്. പക്ഷെ പിന്നീട് അതൊരു ഭരണവിരുദ്ധ വികാരം എന്നതിനുപരിയായി ഒരു റെജീം ചേഞ്ചിലേക്കും അതുവഴി ബംഗ്ലാദേശിന്റെ വിദേശ നയത്തെ തന്നെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ സമൂല പരിവർത്തനത്തിനുള്ള ഒരു വിത്തുപാകലായിരുന്നു ഈ പ്രക്ഷോഭം എന്ന് നമുക്ക് പിന്നീടുള്ള വിലയിരുത്തലുകൾ നമുക്ക് ദൃശ്യമാകുന്നു. അതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിന്റെ വിഭജന സമയത്ത്, ബംഗ്ലാദേശിന്റെ രൂപീകരണ സമയത്ത് 71-ൽ 22% ബംഗ്ലാദേശ് ജനസംഖ്യയിൽ ന്യൂനപക്ഷങ്ങളുടെ, ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാം ഇതര ന്യൂനപക്ഷങ്ങളുടെ എണ്ണം അത് ഇന്ന് കേവലം 8% കുറയുകയാണ്. അത് വലിയൊരു നമ്പറാണ് എന്ന് പറയാം. 8% ബംഗ്ലാദേശിന്റെ ജനസംഖ്യയുടെ 8% ഇപ്പോൾ തന്നെ അത് വലിയ നമ്പർ തന്നെയാണ്. അവരുടെ ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ചും ഹൈന്ദവ ആരാധനാലയങ്ങൾക്ക് നേരെ നടന്നതായി പറയപ്പെടുന്ന അതിക്രമങ്ങൾ, അത് തീർച്ചയായും യാതൊരു രീതിയിലും അംഗീകരിക്കപ്പെടാവുന്ന കാര്യമല്ല. മനുഷ്യാവകാശ വിഷയമാണ്. അത് ബംഗ്ലാദേശിന്റെ മാത്രം ആഭ്യന്തര വിഷയമായി മാത്രം കരുതാവുന്ന ഒരു കാര്യമല്ല. അത് മാത്രമല്ല, അഭയാർത്ഥികളെ 1 കോടിയോളം വരുന്ന അഭയാർത്ഥികളെ, പ്രത്യേകിച്ച് റോഹിംഗ്യ അഭയാർത്ഥികളെ, അവർ മുസ്ലിം അഭയാർത്ഥികളാണ്, മ്യാൻമാറിൽ നിന്നും കടന്നു വരുന്ന അഭയാർത്ഥികൾക്ക് അഭയം നൽകിയ രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയെ നമ്മൾ എത്രയെല്ലാം പഴി പറഞ്ഞാലും കുറ്റം ചാരിയാൽ തന്നെ ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തിയ ഒരു ധീരവനിത എന്ന നിലയിലും അതുപോലെ റെഫ്യൂജി പ്രശ്നം ഫലപ്രദമായി കൈകാര്യം ചെയ്ത നില എന്നുള്ള നിലയിലും ബംഗ്ലാദേശിന് ഈ സൗത്ത് ഏഷ്യയിൽ ഒരു അസ്തിത്വം, മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തു ഒരു ആളെന്ന നിലയിലും ഷെയ്ഖ് ഹസീന നൽകിയ ഒരു സോളിഡിറ്റി, ഒരു ബലം, ആ ബലം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പുതിയ ഭരണകൂടം പുതിയ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രാന്തര ബന്ധങ്ങൾ ഉൾപ്പെടെ, ഭാരതവുമായ ബന്ധം ഉൾപ്പെടെ, ചൈനയും പാകിസ്ഥാനുമായ ബന്ധം ഉൾപ്പെടെ പുനഃക്രമീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇവിടെയാണ് പുതിയ ഭരണകൂടത്തിലെ പുതിയ നേതാക്കളുമായി, താൽക്കാലിക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വരുന്ന ആളുകളുമായും ആത്യന്തികമായി തെരഞ്ഞെടുപ്പിന് ശേഷം രംഗത്ത് വരുന്ന ഫുൾ ലീഡർഷിപ്പുമായും വേണ്ട രീതിയിലുള്ള നീക്കുപോക്കുകൾ ഇന്ത്യയുടെ ഭരണകൂടത്തിൽ നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടൂ. യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന് താല്പര്യങ്ങൾ തന്നെയാണ് പ്രധാനം. അല്ലാതെ ഷെയ്ഖ് ഹസീന എന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണ നേതൃത്വവുമല്ല. മറിച്ച് തന്ത്രപ്രധാനമായ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാദേശിന് ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കൽ നയത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം എന്ന് പറയുന്നത് പെർമനന്റ് സ്വാധീനമാണ്. അത് ഒരു ഭരണമാറ്റം കൊണ്ട് മാത്രം അട്ടിമറിക്കപ്പെടാവുന്നതല്ല. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഐഷുത്തുൽ ഷംനയിലേക്ക്. ഷംന, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ബംഗ്ലാദേശിലെ സൈനിക വിഭാഗവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന് അറിയിച്ചിരുന്നു. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ ഷെയ്ഖ് ഹസീന എവിടെയെന്നത് സംബന്ധിച്ച് ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായൊരു നിലപാട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഒരു രഹസ്യ കേന്ദ്രം പോലെ തന്നെയാണ് ഷെയ്ഖ് ഹസീനയെ കരുതുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് ഇന്ത്യയുടെ നിലപാടെന്ത് എന്നതിലേക്ക് പോകാത്തത്. ഒപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, കോൺഗ്രസ്, CPIM പോലുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. നേരത്തെ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുമായി പശ്ചിമ ബംഗാൾ, ത്രിപുര, മേഘാലയ, അസം പോലെയുള്ള സംസ്ഥാനങ്ങളുമൊക്കെയായി അതിർത്തി പങ്കിടുന്ന 4000 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന, അതിൽ തന്നെ 1000 കിലോമീറ്ററുകളോളം ഒരു തരത്തിലുമുള്ള അതിർത്തി എന്നൊന്നും പറയാൻ പറ്റാത്ത, വേലികൾ ഇല്ലാത്ത ഭൂപ്രദേശങ്ങൾ പങ്കിടുന്ന 2 രാജ്യങ്ങൾ. ആ രാജ്യത്തുണ്ടാകുന്ന ഭരണമാറ്റം അത് ഇന്ത്യയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് ഈ ഓൾ പാർട്ടി മീറ്റിംഗ് അടക്കം വിളിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ. അഭിലാഷ്, തീർച്ചയായും മറ്റ് രാജ്യങ്ങളെ പോലെ, ഇപ്പോൾ പാകിസ്ഥാന് പോലത്തെ രാജ്യങ്ങളെയൊക്കെ പോലെ അല്ല ഇന്ത്യക്കൊരിക്കലും ബംഗ്ലാദേശ്. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് ഹസീനയുടെ ഒരു സംരക്ഷണം, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടാത്തത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഷെയ്ഖ് ഹസീനയുമായുള്ള ഒരു ബന്ധം തന്നെയാണ് ബംഗ്ലാദേശിനെ ഇത്രയും ഒരു ബാക്കി രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സൗഹൃദ രാജ്യമായി ഇന്ത്യ കൂടെ നിർത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയുടെ
ബ്രിട്ടനിലേക്കുള്ള യാത്ര, UK-യിലേക്കുള്ള, ലണ്ടനിലേക്കുള്ള യാത്ര മുടങ്ങിയെങ്കിൽ പോലും അവർക്ക് അതുവരെ ഇനി മറ്റൊരു യാത്ര സാധ്യമാകുന്നത് വരെ ആ ഒരു സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ഒരു ലക്ഷ്യത്തിൽ കൂടിയായിരിക്കും ഇന്ത്യ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടാത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികളോടടക്കം കൂടിയാലോചിച്ചതിന് ശേഷം ഇന്ത്യ തീരുമാനമെടുക്കും, കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടതും. അഭിലാഷ്. റൈറ്റ്. എന്തായാലും ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾ ഒരു പരിധിവരെ അയവ് വന്നിട്ടുണ്ട്. പക്ഷേ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്നത് തുടരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെയാണ് ഇടക്കാല സർക്കാർ, മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ രൂപീകരണ നീക്കവുമായി പട്ടാളം അല്ലെങ്കിൽ സൈന്യം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയുമാണ്.